തണുപ്പ് കാലത്ത് രക്തക്കുഴലുകൾ ചുരുങ്ങാനും രക്തപ്രവാഹം കുറയാനും സാധ്യത കൂടുതലെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ആരോഗ്യ വിദഗ്ധർ. ഈ അവസ്ഥ വിരലുകളിൽ തണുപ്പും മരവിപ്പും ഉണ്ടാക്കും. പ്രമേഹം, തൈറോയ്ഡ് പ്രശ്നങ്ങൾ, മോശം രക്തചംക്രമണം തുടങ്ങിയവ ഉള്ളവരിലാണ് ഈ അവസ്ഥ കൂടുതലായി കണ്ടുവരുന്നത്. ഇത് ചർമ്മത്തിന്റെ നിറം മാറ്റാനും വ്രണമുള്ളതാക്കാനും സാധ്യതയുണ്ട്. തണുപ്പ് ശരീരത്തിന് അനുഭവപ്പെടുമ്പോൾ ശരീരം പ്രധാന അവയവങ്ങളെ ഊഷ്മളമായി നിലനിർത്താൻ ശ്രമിക്കുന്നു. ഇതിനായി കൈകാലുകളിലേക്കുള്ള രക്തക്കുഴലുകൾ ചുരുങ്ങുന്നു. രക്തപ്രവാഹം കുറയുകയും ചെയ്യുന്നു. രക്തയോട്ടം കുറയുന്നതോടെ വിരലുകൾ തണുത്ത് മരവിക്കുന്നു. ചിലരിൽ വിരലുകളുടെ നിറം വിളറിയ വെള്ളയോ നീലയോ ആയി മാറുന്നതും കാണാം. രക്തത്തിലെ ഓക്സിജന്റെ അളവ് കുറയുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. തണുപ്പ് കാലത്ത് രക്തത്തിന്റെ കട്ടി അല്പം കൂടാൻ സാധ്യതയുണ്ട്. രക്തക്കുഴലുകൾ ചുരുങ്ങുന്നതിനോടൊപ്പം രക്തം കട്ടപിടിക്കാനുള്ള ഈ പ്രവണത കൂടി ചേരുമ്പോൾ ഹൃദയാഘാതം, സ്ട്രോക്ക് എന്നിവയ്ക്കുള്ള സാധ്യത ഇരട്ടിയാണെന്നും ആരോഗ്യ വിദഗ്ധർ ഓർമ്മിപ്പിക്കുന്നു. തണുപ്പുള്ള സമയങ്ങളിൽ, പ്രത്യേകിച്ച് പുലർച്ചെയും രാത്രിയും കഠിനമായ വ്യായാമങ്ങളോ അധ്വാനമോ ചെയ്യുന്നത് ഹൃദയത്തിന് ഇരട്ടി അപകടമാണ്. ഹൃദ്രോഗികൾ തണുപ്പിൽ പുറത്തിറങ്ങുമ്പോൾ കൃത്യമായ ശൈത്യകാല വസ്ത്രങ്ങൾ ധരിക്കണമെന്നും ആരോഗ്യ വിദഗ്ധർ ഓർമ്മിപ്പിക്കുന്നു. നെഞ്ചുവേദനയോടൊപ്പം അമിതമായ കിതപ്പ്, വിയർപ്പ് തുടങ്ങിയ ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടണമെന്നും ആരോഗ്യ വിദഗ്ധർ നിർദ്ദേശിക്കുന്നു.